Hello guys, welcome back to my channel. This is me Vishnu Maya and welcome to Maya Lokam. So ഇന്ന് അടുത്തൊരു വീക്ക് ഓഫ് ആണ് ആൻഡ് ദാറ്റ് ബ്രിങ്സ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആയിരിക്കാനാണ് ചാൻസ് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഹാവിങ് സാമ്പാർ ആൻഡ് ചോറ് വിത്ത് ഓംലെറ്റ്. ദാറ്റ്സ് മൈ എന്താ ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാധനമാണ്. ഇന്നാണെങ്കിൽ ഇപ്പം മമ്മി ഇല്ലാത്തതോട് ഞാൻ 2-3 ദിവസമല്ല, കഴിഞ്ഞ വീക്ക് ഓഫ് മുതലാ തോന്നുന്നു. ഞാൻ കഴിഞ്ഞ വീക്ക് ഓഫ് ഓണമായിരുന്നു. ഞാൻ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, വീട്ടിൽ നിന്ന് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോഴാണ് ഇങ്ങനെ സാമ്പാർ ഇന്നലെ വരെ എനിക്ക് കേർഡ് റൈസ് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഇന്ന് എനിക്കിങ്ങനെ സാമ്പാറും ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാറും ചോറും ഉണ്ടാക്കാം. നോക്കിയപ്പോൾ എനിക്ക് ഉള്ളി സാമ്പാർ ഇഷ്ടം. അപ്പം എനിക്ക് ഉള്ളി ഞാൻ ഓർഡർ ചെയ്തു, ഉള്ളിയും പൊട്ടേറ്റോ ഓർഡർ ചെയ്തു. ഉള്ളി പൊട്ടേറ്റോ ക്യാരറ്റ് ഈ 3 സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഒറ്റ പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് മമ്മി വരുന്ന എത്രയോ മുമ്പ്. മമ്മി എനിക്കിങ്ങനെ വാട്സാപ്പിൽ വോയിസ് ഇട്ട് തരും, അപ്പം അതനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. എവിടൊക്കെയോ എനിക്ക് ഓർമ്മയുണ്ട്, ബട്ട് നോക്കാം. യൂട്യൂബുണ്ട്, പിന്നെ മമ്മീനെ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. തട്ടിക്കൂട്ട് സാമ്പാറും ചോറും വെക്കണം. ചോറുമില്ല, ചോറ് വെച്ച് എനിക്ക് നാളെ കൊണ്ടുപോവുകയും ചെയ്യാൻ വർക്കിന്. അപ്പം ചോറും ഓംലെറ്റും കംഫർട്ട് ഫുഡ് കഴിക്കാണ്. അപ്പം എങ്ങനെയാ നമുക്ക് തുടങ്ങിയാലോ? ഇപ്പൊ തുടങ്ങിയാലേ ശരിയാവുള്ളൂ, ബിക്കോസ് ഇവിടെ ഇപ്പോൾ 12 മണിയായി. ഇപ്പൊ തുടങ്ങിയാലും ഞാനൊരു 2 മണിയെങ്കിലും ആവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എനിക്കാണെങ്കിൽ വിശക്കണുണ്ട്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കണം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഞാൻ ചെറിയ ഉള്ളിയായിരുന്നു, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കി. പിന്നെ റെസിപ്പി പകുതി മമ്മിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഓരോന്ന് ചോദിക്കുന്നത്. പിന്നെ പരിപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനൊക്കെ ഇട്ടു. പരിപ്പൊന്ന് കഴുകുകയൊക്കെ വേണ്ടേ. അതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയൊക്കെ എന്താ പറയുക, കായം ആ പൗഡറും കുറച്ച് ഇട്ടു. എന്നിട്ട് പരിപ്പ് വേവാൻ കുറച്ച് സമയമാവില്ലേ, അതുകൊണ്ട് അത് ആദ്യം വെച്ചു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ 2 മണി വരെ നിൽക്കത്തില്ല. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടില്ല, അപ്പോൾ എനിക്കൊരു 2 വർഷം മമ്മി ഇവിടെ വന്നിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിന് മേലെ കഴിഞ്ഞു. അതിൻ്റെ എത്രയോ മുമ്പ് ഞാൻ ഉണ്ടാക്കുന്ന സംഭവം അറിയില്ല. ഞാൻ ദാൽ അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ പുളി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കഷ്ണം കട്ടയണമെങ്കിൽ കാപ്പി കുടിക്കണം. പിന്നെ ഇന്നലത്തെ ബിഗ് ബോസ് പ്ലസ് ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യണം, അത് കാണണം. ഹോം അലോൺ സീസൺ 2 ആയിരിക്കുന്നത്. എനിക്കൊന്ന് ഹോം അലോൺ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വ്ളോഗ്സ് എടുക്കാമെന്ന് തോന്നുന്നു. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഹോം അലോൺ വ്ളോഗ് ഇടുന്നു, ഇതും ഹോം അലോൺ ആണ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഹോം അലോൺ പ്ലേലിസ്റ്റ് ആണ്. സോ 2 വ്ളോഗ് ആവില്ല അതിൽ. അതാവട്ടെ, എന്നിട്ട് ഞാൻ വരാം. അപ്പോഴത്തേക്ക് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തിടണം. അപ്പോൾ അതൊക്കെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ നോക്കണം. എനിക്കത് കുറച്ച് വഴറ്റിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ട്, ബിക്കോസ് എനിക്ക് ആ ഉള്ളി നല്ലോണം കുറച്ചൊന്ന് വഴറ്റാൻ എനിക്ക് ഇഷ്ടമാണ്. ഉള്ളി വഴറ്റിയിട്ടുള്ളൊരു ആ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഒന്ന് വഴറ്റിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഓക്കെ. പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന ഫുള്ളൊന്നും എടുത്തിട്ടില്ല വീഡിയോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. സോ വി ഹാവ് കാരറ്റ്, പൊട്ടാറ്റോ, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ ആൻഡ് ചെറിയുള്ളി. ആൻഡ് ഞാൻ ഇത് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നല്ലോണം പിശുക്കണം. സാമ്പാറുണ്ടാക്കി. സാമ്പാർ വേണം. കുറച്ച് എരിവ് കൂടി പോയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോറ് വാർക്കാനും വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 1:46 ആയി. ഒരു 2:15 ആകുമ്പോൾ ഒക്കെ കഴിക്കാം. അപ്പോഴത്തേക്കും ചോറ് വാർത്ത് റെഡി ആവുമെന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം. ദെൻ വിൽ ഹാവ് അവർ ലഞ്ച്. ഓക്കെ, അപ്പോൾ അതുവരെ ഐ തോട്ട് ഓഫ് വാച്ചിങ് സം. എനിക്ക് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ പഴയ മലയാളം എവർഗ്രീൻ പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. ഈ അമ്മായി അല്ലെങ്കിൽ ഗോഡ് ഫാദർ. പിന്നെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാ, നിറം.
അങ്ങനെ കുറച്ച് സെലക്റ്റഡ് മൂവീസ് ഉണ്ട്, ലൈക്ക് എവർഗ്രീൻ പടങ്ങൾ. അത് ഭയങ്കര ഇഷ്ടം. ചോറ് വേണം, ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാം, അത് വേറൊരു ഫീലാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും മൂവി ഇരുന്ന് കാണാം. ആൻഡ് ദെൻ അത് വീട്ടിലെ പ്ലാൻ പിന്നെ അപ്പം നോക്കാം. ഞാൻ വിചാരിച്ചു പോയി കുളിച്ചു വന്നാലോ എന്ന്, ജസ്റ്റ് മേക്കഴുകാനേ ഉള്ളൂ. അപ്പം ഞാൻ മേക്കഴുകി വന്നിട്ട് ചോറുണ്ടാക്കില്ല, ചോറ് കഴിക്കാം. എന്നിട്ട് എനിക്ക് ഒരു റീലെടുക്കണം. അപ്പം ആ റീലെടുത്ത് പിന്നെ നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ചെയ്യാൻ. എനിക്ക് ആകെ ഒരു വീക്ക് ഓഫാണ് കിട്ടുന്നത്. അപ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ വീഡിയോസും എൻ്റെ റീലും എൻ്റെ ഫോട്ടോസും എല്ലാം എടുക്കാറ് ഒരു ദിവസം. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കോണ്ടന്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ പോകുന്നത്. ബിക്കോസ് ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 months എന്തോ ആയി. ഞാനിപ്പോഴും ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫ്രെയിമിൽ നിന്ന് ഔട്ടാവുന്നുണ്ടോ അറിയില്ല. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 2 months മേലെയായി തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാനിപ്പോൾ മാനേജ് ചെയ്ത് പോകുന്നത്, എൻ്റെ വർക്കും എൻ്റെ യൂട്യൂബും. ചെറുങ്ങനെ ഐ എം ഗ്രോയിങ് ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സോ ഹാപ്പി ദാറ്റ് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു തുടങ്ങണമെന്ന്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ്. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഐ എം ഹാപ്പി. അപ്പം ഞാൻ പോയി ഒന്ന് കഴുകി വരാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. ഇങ്ങനെയുണ്ട്. ബിക്കോസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറുങ്ങനെ ഉറക്കം വരും. പിന്നെ എണീറ്റിട്ട് കുളിക്കുന്നത് മടി പിടിക്കും. അപ്പോൾ ഇപ്പം കഴുകി ഫ്രഷായാൽ പിന്നെ കഴിഞ്ഞല്ലോ പരിപാടി. അപ്പം ഞാനൊന്ന് പോയി മേലൊക്കെ പെട്ടെന്ന് കഴുകിയിട്ട് വരാം. ഓക്കെ. ഹൈ ഗൈസ്, അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്നു, സ്കിൻ കെയർ ചെയ്തു, ലിപ് ബാം ഇട്ടു. ആൻഡ് ദെൻ ഇനി പോയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ 2:30 ആയി. ഞാൻ പോയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി. ആൻഡ് ദെൻ വിൽ ഹാവ് അവർ ഫുഡ്, ലഞ്ച് കഴിക്കണം. ആൻഡ് ദെൻ റീൽ ഷൂട്ട് ചെയ്യണം. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാന്. ആൻഡ് അപ്പം ഇങ്ങനെയാണ് പോയാൽ എനിക്കിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ബിക്കോസ് രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ ഒരു കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ പോയി ഓംലെറ്റ് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ച്. മൈ സാമ്പാർ ഈസ് ഓൾറെഡി തണുത്തിട്ടുണ്ടോ മിക്കവാറും, നോക്കട്ടെ. അപ്പം ചോറെടുക്കാം. ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓംലേറ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം അതിലാണെങ്കിൽ ഞാൻ കുറച്ച് ഈ മട്ടൻ മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡറോ അല്ലെങ്കിൽ അങ്ങനെ മസാല പൗഡറില്ല, അത് ഇടും. ബിക്കോസ് അത് ആ ടേസ്റ്റ് എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവരുമായിരുന്നു ഓംലേറ്റ്. ആൻഡ് ആ ഓംലേറ്റിൽ അവൻ പറഞ്ഞെന്ന റെസിപ്പിയാണത്. അവൻ അതിൽ കുറച്ച് മസാല ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങിയതാണ്. അപ്പം മുതലേ ഉള്ളതാണ്. കുറച്ച് മസാല ഇട്ടിട്ട് ഞാൻ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കാറ്. ബിക്കോസ് ആ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ചോറുണ്ടാക്കി. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ പിന്നെ ചോറും സാമ്പാറും പിന്നെ എന്തായിരുന്നു, ഓംലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ലസൂൻ കി ചട്നി തോന്നുന്നു അതിൻ്റെ പേര്. അത് നല്ല ടേസ്റ്റാട്ടോ. അത് ബോംബെയിൽ എൻ്റെ ഇളയമ്മ ഇടയ്ക്ക് വാങ്ങിത്തരുന്ന സാധനം. അത് അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അത് നല്ല ടേസ്റ്റാണ്. അപ്പം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ 2 പാക്കറ്റ് കൊണ്ടുവന്നായിരുന്നു. അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു. സോ ഞാനിപ്പോൾ ഫുഡ് കഴിക്കുവാണ്. കഴിക്കുമ്പോൾ ഞാൻ ഈ അർജുനൻ പിള്ളയും 5 മക്കളും ആ മൂവി കാണുവാണ്. പകുതിക്കുന്നില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവിടെ മുതലേ ഞാൻ കാണാൻ തുടങ്ങുന്നത്. ബിക്കോസ് ഒബ്വിയസ്ലി വി നോ ഹൗ ദ മൂവി ഗോസ്. അതുകൊണ്ട് അങ്ങനെയാണ് കാണാൻ തുടങ്ങുന്നത്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. ഞാനപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയതാണ്. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഉറങ്ങിയാലോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം ഉറങ്ങിയാലോ? ഇത് ഹോം അലോൺ വ്ളോഗാണ്, പാർട്ട് 2 ഓഫ് ഹോം അലോൺ വ്ളോഗ്. എന്നിട്ട് ഞാനിപ്പം റീലെടുത്ത് കഴിഞ്ഞു, റീലെടുത്തു, വീഡിയോസ് എടുത്തു. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് കാണാം. ഓക്കെ. ചിലപ്പോൾ കാപ്പി ഉണ്ടാക്കും എണീറ്റിട്ട്, നോക്കാം. ഓക്കെ. One day later. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നലെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഉറക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ഔട്ട്രോ എടുത്തിട്ടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആണെങ്കിൽ ഞാൻ രാത്രി ഫുഡ് ഓർഡർ ചെയ്തു. ഐ ഹാഡ് അൽഫാം ആൻഡ് ദെൻ ഒരു മൂവി കണ്ടു, പിന്നെ കിടന്നുറങ്ങി. ഇന്നലെ എത്ര 2 മണിക്കൂർ എന്തോ ഞാൻ വൈകുന്നേരം ഉറങ്ങി. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. ബട്ട് യെസ്, ഞാനിപ്പോൾ എണീറ്റു. ഇപ്പം ഇല്ല, കുറച്ച് നേരം എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴാണ് ഓർത്തത് ഐ ഡിഡ്ന്റ്
make an outro for my vlog, Home Alone Part 2 vlog. So ഇതൊരു കുട്ടി, ഇറ്റ്സ് ആക്ച്വലി കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ മായ ലോകം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. മോസ്റ്റ് പ്രോബബ്ലി അടുത്ത വീക്ക് ഓഫിന് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ടിൽ ദെൻ ബൈ.